കേരളത്തിൽ ചികിത്സയിലിരിക്കെ കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ അന്തരിച്ചു. പ്രഭാത നടത്തത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. കൂത്താട്ടുകുളം ശ്രീധരീയം ആശുപത്രിയിൽ വെള്ളിയാഴ്ചയാണ് ചികിത്സയ്ക്കായി റെയ്ല ഒഡിംഗ എത്തിയത്. മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. 2008 മുതൽ 2013 വരെ കെനിയൻ പ്രധാനമന്ത്രിയായിരുന്നു റെയ്ല ഒഡിംഗ. നിലവിൽ പ്രതിപക്ഷത്തെ പ്രധാന മുഖം. കൂത്താട്ടുകുളം ശ്രീധരീയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി മക്കൾക്കും 2 ബന്ധുക്കൾക്കുമൊപ്പം എത്തിയതായിരുന്നു റെയ്ല ഒഡിംഗ. പ്രഭാത നടത്തത്തിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ദേവമാത ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. രാജ്യത്തെ പ്രധാന നേതാവിന്റെ മരണത്തിൽ കെനിയയിൽ മിക്കയിടത്തും അനുശോചന പ്രകടനങ്ങൾ നടക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹത്തിനെ സംബോധന ചെയ്യുന്നത് ബാബ എന്നാണ്. സ്വഹീലിയിൽ ബാബ എന്ന് പറഞ്ഞ അപ്പ എന്നാണ്. അപ്പോൾ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് അറിയപ്പെടുന്ന അപ്പനാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസപ്പെട്ടാണ് എല്ലാവരും അവിടെയും ഇവിടെയും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. റെയ്ല ഒഡിംഗയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഉന്നതനായ രാഷ്ട്രതന്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെയുമാണ് നഷ്ടമായതെന്ന പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ്. കെനിയിൽ നിന്ന് ഷെറി യോഹന്നാനൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.